അമ്മ മൂകാംബിക ദേവിയുടെ കഥകൾ പറഞ്ഞു തന്നൊരു ടോണുണ്ട്, അത് പറഞ്ഞു തന്നൊരു രീതിയുണ്ട്, അതിൻ്റെ ഒരു താഴമ്പൂൻ്റെ ഗന്ധമുണ്ട് അമ്മയ്ക്ക്. അതാണ്. അല്ലെങ്കിൽ രാത്രി ഒരു 12 മണി സമയത്ത് ഞാൻ ആ വഴിയിൽ ഭഗീരഥയുടെ വഴിയിലൂടെ നടക്കും. ഒരു ക്ഷേത്രമുണ്ട് കാണേണ്ടത്, ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി സൗപർണ ഗുഹകളിലേക്കും കമലശില എന്നറിയപ്പെടുന്നൊരു ക്ഷേത്രത്തിലേക്ക്. ആ ഗുഹയ്ക്കുള്ളിലേക്കുള്ള ഒരു സഞ്ചാരം, ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ സ്വയംഭൂ ജ്യോതിർലിംഗമുണ്ട്. അവിടെ നിന്ന് മണ്ണാണ് പ്രസാദം. ആ ജ്യോതിർലിംഗത്തിൽ മണ്ണിങ്ങനെ പറ്റിയിട്ടുണ്ടാവും. ഒരാളിങ്ങനെ മുഴുവനായിട്ടും ഇങ്ങനെ ചേർത്ത്, നമ്മളിങ്ങനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ എങ്ങനെയായിരിക്കും? അത് ചേർത്ത് പിടിക്കുന്ന നമ്മുടെ അമ്മയാണെങ്കിലും അത് സിദ്ധിദാത്രിയാണ്. അവിടെ ഇരിക്കുന്ന ഭഗവതി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ശിവനുമാണ്, ബ്രഹ്മാവാണ്, മഹാവിഷ്ണുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തരായിക്കോട്ടെ, ശിവഭക്തരായിക്കോട്ടെ, ആരവിടെ ചെന്നാലും രാജാ രവിവർമ്മ വന്ന് താമസിച്ചിട്ടുണ്ട്. രാജാ രവിവർമ്മ വരച്ച ഒറിജിനൽ പെയിൻറ്റിങ്സ് ഇപ്പോഴും അവിടെ അവരുടെ കയ്യിലുണ്ട്. സൗപർണയുടെ തീരത്തിൽ, അഗ്നിതീർത്ഥത്തിൻ്റെ തീരത്താണ്. അപ്പോൾ അതിൻ്റെ തീരത്തുള്ള സ്ഥലത്ത് ഞാനിങ്ങനെ രാത്രി മുഴുവനും ഒരു പുഴ ഒഴുകുന്ന ശബ്ദം കേട്ട് ഉറങ്ങിയതും പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പോഴും ആ ഇടവഴി അങ്ങനെയാണ് കിടക്കുന്നത്. ഒരു അധികം ലൈറ്റ് ഇല്ലാതെയാണ് ഇപ്പോഴും ആ ഭഗീരഥയിലേക്ക് പോകുന്നത്. ഞാൻ നോക്കൂ, ഞാൻ 35 വയസ്സ് 36 വയസ്സാകുമ്പോൾ ഇത്രയും കാലത്തിനിടയിൽ മൂകാംബികയിൽ പോയത് കഴിഞ്ഞ മാസമാണ്. അതപ്പം എൻ്റെ ഭാര്യ എപ്പോഴും പിണക്കത്തോടെ പറയും, 8 വർഷം വിവാഹം കഴിഞ്ഞിട്ട്, ഈ 8 വർഷത്തിന് മുമ്പ് എല്ലാ വർഷവും മൂകാംബികയിൽ പോയി അവിടെ ഡാൻസ് ചെയ്യും. അവൾ അവിടെ നിന്ന് സാരി വാങ്ങിയ കഥ, ലേലം കൊണ്ട കഥ, അവിടെ ഇപ്പം ചിലവ് എന്നെ കൊണ്ടൊന്ന് കാണിക്കുക, ഇവിടെയാണ് ഞാനന്ന് ഡാൻസ് ചെയ്തത്, ഇവിടെ നിന്നാണ് ഞാൻ സാരി വാങ്ങിയത്. പക്ഷേ ഈ കഴിഞ്ഞ 8 വർഷം അവൾ പറഞ്ഞിട്ട്, നിങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം മൂകാംബിക പോലും പോകാൻ പറ്റിയിട്ടില്ല. കാരണം എൻ്റെ കൂടെ വന്നതിന് ശേഷം അവൾക്കോ അവളെ വീട്ടുകാർക്കോ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ എൻ്റെ സമയമായപ്പോഴാണ് പോയത്. അപ്പൊ ചില സ്ഥലങ്ങളിൽ എല്ലാവർക്കും അങ്ങനെ. ഞാൻ പറയില്ല, കുഞ്ഞിലേ മുതൽ ഞാൻ ദേവി ഉപാസകയാണ്. പക്ഷെ എനിക്ക് മൂകാംബികയിലേക്ക് പോകാനുള്ള അനുവാദം കിട്ടിയത് 2003 അതുവരെയും കിട്ടിയില്ല. 2003 എനിക്ക് മകൾക്ക് 2.5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആദ്യമായിട്ടൊരു ഒക്ടോബർ മാസത്തിലാണ് മൂകാംബിക പോകുന്നത്. മൂകാംബികയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. അന്ന് തന്നെ നമ്മൾ പോകുമ്പോൾ തന്നെ സ്ഥലമൊന്നും അറിയില്ല. ഞാനും ഹസ്ബൻഡും മകളും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ചെറിയ കുട്ടിയും കൊണ്ടാണ് പോകുന്നത്. നമുക്ക് താമസിക്കാനൊന്നും സ്ഥലങ്ങളില്ല, ഞങ്ങൾ അറിയില്ല. വൈകുന്നേരം രാത്രി അവിടെ ചെന്നു, താമസിക്കാൻ സ്ഥലം കിട്ടിയില്ല. പിന്നെ ഒടുവിൽ ഭഗീരഥി എന്ന് പറയുന്ന അവിടെ ഒരു പഴയ ഇതുണ്ട്, സൗപർണികയുടെ തീരത്താണ്. സൗപർണികയുടെ തീരത്തിൽ അഗ്നിതീർത്ഥത്തിൻ്റെ തീരത്താണ്. അപ്പോൾ അതിൻ്റെ തീരത്തുള്ള സ്ഥലത്ത് ഞാനിങ്ങനെ രാത്രി മുഴുവനും ഒരു പുഴ ഒഴുകുന്ന ശബ്ദം കേട്ട് ഉറങ്ങിയതും പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് മൂകാംബിക ദർശനം നടത്താനായിട്ട് പോകുമ്പോൾ എനിക്കറിയില്ല 5 മണിക്ക് ആരോ എന്നോട് പറഞ്ഞിരുന്നു 3 മണിക്കാണ് നട തുറക്കുന്നത്. മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ 3 മണിക്ക് നിർമ്മാല്യം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുക ഈ ശബ്ദം കേട്ടുണ്ടേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡി. അപ്പോൾ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ അവരെന്തായാലും അവിടെ ഉറങ്ങട്ടെ, ഞാൻ പോയി നിർമ്മാല്യം തൊഴുതു വന്നിട്ട് പിന്നെ ഇവർ തൊഴാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. രാത്രി തന്നെ ലോഡ്ജ് ചോദിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഒരു ഇരുണ്ട വഴിയാണ്, ആ വഴി നേരെ പോയാൽ മൂകാംബിക ക്ഷേത്രത്തിലാണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇരുട്ട്, മുഴുവനും ഇരുട്ട്, ഇങ്ങനെ കുറ്റാക്കൂരിട്ട് വന്ന ലൈറ്റൊന്നും ഇല്ല. ഇപ്പോഴും ആ ഇടവഴി അങ്ങനെയാണ് കിടക്കുന്നത്. ഒരു അധികം ലൈറ്റ് ഇല്ലാതെയാണ് ഇപ്പോഴും ആ ഭഗീരഥയിലേക്ക് പോകുന്നത്. അതാ അതിലൂടെ പോയതും. എന്നിട്ട് താഴമ്പൂവിൻ്റെ മണമുള്ളൊരു അമ്മ വഴിയിൽ വെച്ചിട്ടാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഈ 5 മണിക്ക് നട തുറക്കുള്ളൂ മോളെ, 3 മണിക്ക് തുറക്കില്ല. എന്നിട്ട് അമ്മ കൂടെ വന്ന് നടവരെ ഇരുന്ന് മൂകാംബികയിലെ മുഴുവൻ ഐതിഹ്യവും പറഞ്ഞു തന്നിട്ട് നട തുറക്കുന്നവരെ എൻ്റെ കൂടെ ഇരുന്നു. ഞാനന്നിട്ട് ഇടയ്ക്കൊന്ന് മയങ്ങിപ്പോയി, ഉറക്കത്തിന് ക്ഷീണം. ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പൂജാരിമാരെല്ലാം ചുവന്ന വസ്ത്രമൊക്കെ ധരിച്ച് അവരിങ്ങനെ മുന്നിൽ പാത്രങ്ങളൊക്കെ ആയിട്ട് നട തുറക്കാൻ വരുമ്പോഴാണ് ഞാൻ കണ്ണുറക്കുന്നത്. പക്ഷെ പിന്നെ അമ്മയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു മൂകാംബിക ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒക്കെ ഈ അമ്മയെ ആ താഴമ്പൂവിൻ്റെ ഗന്ധവും പിന്നെ പ്രത്യേക ടോണിൽ സംസാരിക്കുന്നൊരമ്മ. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഉദയാമൃതം ഞാൻ അന്ന് ഉദയാമൃതം പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. 2003 2004 ഉദയാമൃതത്തിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ തുടങ്ങും. ഉദയാമൃതം പറയാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഞാൻ ആ അമ്മയാണ് അനുകരിക്കുന്നത്. ആ അമ്മ മൂകാംബിക ദേവിയുടെ കഥകൾ പറഞ്ഞു തന്നൊരു ടോണുണ്ട്, അത് പറഞ്ഞു തന്നൊരു രീതിയുണ്ട്, അതിൻ്റെ ഒരു താഴമ്പൂൻ്റെ ഗന്ധമുണ്ട് അമ്മയ്ക്ക്. അതാണ് ഞാൻ എപ്പോഴും അനുകരിക്കാൻ. പലപ്പോഴും ഞാനിങ്ങനെ പറയുന്ന സമയത്ത് പറഞ്ഞു വരുമ്പോൾ അമ്മ പറഞ്ഞ പോലെയാണല്ലോ ഞാൻ പറയുന്നത്. ഇങ്ങനെ അമ്മയെ പറ്റി കഴിഞ്ഞ ദിവസം മറ്റൊരാൾ എന്നോട് പറഞ്ഞു, ഷൂട്ടിലല്ല, മൂകാംബികയിലെ കഥകൾ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ ഒരുപാട് പേര് ഞാൻ മൂകാംബിക പോയി ഇങ്ങനെ വിളിക്കാൻ ഞാൻ എന്ത് സൗകര്യം ഞങ്ങൾ ചെയ്തു, പക്ഷെ ഒന്നിൻ്റെ ആവശ്യം വന്നില്ല എന്നുള്ളതാണ് പോയപ്പോൾ. അപ്പം എന്നോട് കേരളത്തിലെ പ്രശസ്തനായ ഒരാൾ ഒരു പ്രശ്നത്തിൽപ്പെട്ട് മൂകാംബികയിൽ തൊഴാൻ വന്നപ്പോൾ ഇങ്ങനൊരു അമ്മ അവിടെ ഉണ്ടെന്നും ആ അമ്മ അയാളുടെ കൈ പിടിച്ച് ഇയാളുടെ കൊടുത്തിട്ട് വന്ന മോനെ ഇയാൾ കുറച്ച് പ്രശ്നത്തിലാണ്, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞതായിട്ട് ഒരമ്മ. പക്ഷെ പിന്നെ ആ ആദ്യത്തെ അമ്മയല്ല, പക്ഷെ എനിക്ക് പെട്ടെന്ന് ആ കഥയാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ആ അമ്മയ്ക്ക് ഇപ്പോഴും ഒരു സ്ഥാനം ഉണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ. കാരണം ആ അമ്മയെ പിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല കേട്ടോ, പിന്നെ ഒരു യാത്രയിലും കണ്ടിട്ടില്ല. പക്ഷേ എല്ലാ മൂകാംബിക യാത്ര പോകുമ്പോഴും ഞാൻ ഒന്നുകിൽ വെളുപ്പിന് 3 മണി സമയത്ത് അല്ലെങ്കിൽ രാത്രി ഒരു 12 മണി സമയത്ത് ഞാൻ ആ വഴിയിൽ ഭഗീരഥയുടെ വഴിയിലൂടെ നടക്കും. ഇരുട്ടത്തൂടി നടന്നിട്ട് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴെങ്കിലും ഒരിക്കൽ ആ അമ്മ, ഇതെല്ലായിടത്തും ഉണ്ട് കേട്ടോ, കാശിയിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരെയും വീണ്ടും വീണ്ടും പോകുമ്പോൾ ഒക്കെ
ഒരു പ്രതീക്ഷയാണ്. പ്രതീക്ഷകൾ ഒരിക്കലും നല്ലതല്ലെന്ന് പറയുമെങ്കിലും ഇത്തരത്തിൽ ചില പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാമിന്റെ ഭാഗമായും അല്ലാതെയും ഒക്കെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല ഇത്. ഇതിൽ ഈ മൂകാംബിക അല്ലെങ്കിൽ കൈലാസം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക അടുപ്പം വീണ്ടും വീണ്ടും ഓടിയെത്താൻ തോന്നിയിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ടോ? ഉണ്ട്, ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് പോവാൻ. അതിൽ മൂകാംബിക പ്രധാനപ്പെട്ടതാണെങ്കിലും കുറേ അധികം ക്ഷേത്രങ്ങളുണ്ട്. നമുക്ക് അവിടെ പോയി ഇരിക്കണമെന്നും സ്വസ്ഥമായിട്ട് കുറച്ച് നേരം ഇരിക്കണമെന്നും ജപിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ഒക്കെ. കൊല്ലത്തൊരു മുളങ്കാടകം ക്ഷേത്രമുണ്ട്, മുളങ്കാടകം. അവിടെ ചെന്നിരിക്കുമ്പോൾ ഭഗവതി ഇങ്ങനെ പ്രത്യക്ഷത്തിലാണ് എന്നൊരു തോന്നൽ വരും. എപ്പോഴും ഒരു കുട്ടിയായ ഭഗവതിയെ ഇങ്ങനെ നമ്മൾ കാണുന്ന പോലെ ഒരു തോന്നൽ വരും. പിന്നെ കണ്ണൂരിലെ കുറേ അധികം ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. പോവാൻ വീണ്ടും വീണ്ടും കണ്ടിട്ടില്ലാത്ത ആചാരങ്ങൾ പിന്തുടരുന്ന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ തന്നെ ഭഗവതിയുടെ ആരാധനാ രീതികളൊരു വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. പിന്നെ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റാത്തതാണ് ശരിക്കും, എനിക്കതിന് ഒന്നിലധികം ക്ഷേത്രങ്ങളുണ്ട് അത്തരത്തിൽ വീണ്ടും വീണ്ടും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യമായിട്ടുള്ള ഒരുപാട് അനുഭൂതികൾ തന്നിട്ടുള്ള. പിന്നെ നമുക്ക് രസകരമായിട്ട് ഒരു ഡിവൈൻ എനർജി പെട്ടെന്ന് നമ്മളിലേക്ക് പകർന്നു തരുന്ന ചില സ്ഥലങ്ങളുണ്ടല്ലോ. നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ഒരുപാട് ക്ഷേത്രം. നഗര എന്ന് പറയുന്ന ഒരു മൂകാംബികയിൽ നിന്നൊരു 40 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ നഗര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ആ നഗരം അന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് ഒട്ടും പ്രസിദ്ധമല്ല. ഇങ്ങനെ കടകൾ പോലും, ഒരു കടകളോ ഒന്നുമില്ല, ഒരു ഗ്രാമമാണ്. നിറയെ പിന്നെ പ്ലാവുകളൊക്കെ നിൽക്കുന്ന ഒരു ഗ്രാമമാണിത്. ആ ഗ്രാമത്തിലൊരു ഈശ്വര ക്ഷേത്രം അങ്ങനെ എന്ത് പറഞ്ഞിട്ട് ആ പേര് പോലും ഞാൻ മറന്നുപോയി. അതിന് തൊട്ടടുത്തൊരു വലിയ തറവാടുണ്ടെന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ തറവാടിൽ രാജാ രവിവർമ്മ വന്ന് താമസിച്ചിട്ടുണ്ട്. രാജാ രവിവർമ്മ വരച്ച ഒറിജിനൽ പെയിൻറ്റിങ്സ് ഇപ്പോഴും അവിടെ അവരുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിലേക്ക് ഉണ്ടോ എന്ന് സംശയമാണ്. അവരുടെ കയ്യിലത് ഒറിജിനൽ കൊട്ടാരത്തിലുണ്ട് കുറച്ച്. പക്ഷെ അധികവും പോയല്ലോ, വളരെ കുറച്ച് മാത്രമേ. അതാ അവർ വളരെ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ശ്രമമൊക്കെ വളരെ, അതെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് വേണം ആ ശ്രമം. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ആ ഒറിജിനൽ പെയിൻറ്റിങ്സ്, അദ്ദേഹം തന്നെ നേരിട്ട് വരച്ച പെയിൻറ്റിങ്ങുകളൊക്കെ കണ്ടൊരു സ്ഥലമുണ്ട് നഗര. അവിടെ അവർക്ക് അവരുടെ ദേശദേവതയായ ഭഗവതിയുണ്ട്. ആ ഭഗവതിയുടെ ഒരു സാന്നിധ്യം ഇരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു, നമുക്ക് ഈ ഭൂമിയിലല്ല നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നുന്ന പോലെ ഒരു വൈബ്രേഷനൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ അടുത്തിടയ്ക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ പോയപ്പോൾ ആത്മാറാം എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി, അത് വളരെ സാത്വികനായിട്ടുള്ളൊരു കുട്ടിയാണ്. ബൽറാം എന്നൊരു ശരിക്കുള്ള പേര്. ആ കുഞ്ഞ് അരികിലേക്ക് വന്നിട്ട്, ചെറിയ കുട്ടിയാണ്, 10-22 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ വന്നിട്ട് എന്നെ കണ്ടതുകൊണ്ട് പരിചയപ്പെടാനായിട്ട്, അറിയാമെന്നുള്ളതുകൊണ്ട് പരിചയപ്പെടാൻ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എന്നെ ഇവിടെ ഇങ്ങനെ നിന്ന് കണ്ടിട്ടേ പോകാവൂ എന്ന് ഭഗവതി പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത്. ഒരു ക്ഷേത്രമുണ്ട് കാണേണ്ടത്, ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി സൗപർണ ഗുഹകളിലേക്കും കമലശില എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രത്തിലേക്കും. ആ ഗുഹയ്ക്കുള്ളിലേക്കുള്ള ഒരു സഞ്ചാരം, ആ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ മൂകാംബികയിൽ നിന്ന് കഷ്ടിച്ചൊരു 35 കിലോമീറ്റർ ഇപ്പറയായിട്ട് കമലശില എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഗുഹയുണ്ട്. കമലശില എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ നിന്നൊരു കുറച്ച് മാറിയിട്ട് ഒരു ഗുഹ, താഴേക്ക് ഇങ്ങനെ ഇരുട്ടിലേക്ക് പോകുന്നൊരു ഗുഹ. എന്താ പറയുക, പൂർണ്ണമായും ഇരുട്ടാണ്. അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ജലവും ഇരുട്ടും മൂകമായ മന്ത്രങ്ങളും ഒരു പ്രത്യേകമായ പ്രതിധ്വനിക്കും. അവിടെ ഒരു ശക്തമായിട്ടുള്ളൊരു വൈബ്രേഷൻ ഉണ്ട്. അവിടെ മന്ത്രങ്ങൾ നമുക്ക് കേൾക്കാം, ഗുരുനാഥം കേൾക്കാം, ശരിക്കും കേൾക്കാം. അത് ആ ഒരു സ്ഥലത്തേക്ക് ഈ അടുത്തിടയ്ക്കാണ് പോയത്. അപ്പോൾ ആ കുട്ടിയൊരു നിമിത്തമായി, ആ കുട്ടി ശരിക്കും ഭഗവതി പറഞ്ഞു വിട്ടതുപോലെ അടുത്തേക്ക് വരികയും എന്നാൽ പോകാനൊരു കൂടെ തന്നെ വരികയും ഈ സ്ഥലത്തേക്ക് മുഴുവൻ. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവിടേക്ക് കണ്ടു. ഇനി ഒരിക്കൽ കൂടി പോകാൻ മനസ്സിങ്ങനെ ധൃതി പിടിച്ചിരിക്കുകയാണ്. ഒരുപാട് യാത്രകൾക്കിടയിൽ സാധിക്കുന്നില്ല. ഒരു സ്വസ്ഥമായിട്ട് വേണം പോകാൻ. പക്ഷെ കമലശിലെ ഭഗവതി ശരിക്കും ദുർഗാപരമേശ്വരി തന്നെയാണ്. മൂകാംബികയിൽ ഭഗവതി ഇരിക്കുന്ന പോലെ അതേപോലെ തന്നെ സ്വയംഭൂ ജ്യോതിർലിംഗമുണ്ട്. അവിടെ നിന്ന് മണ്ണാണ് പ്രസാദം. ആ ജ്യോതിർലിംഗത്തിൽ മണ്ണിങ്ങനെ പറ്റിയിട്ടുണ്ടാവും. ആ മണ്ണാണ് പ്രസാദമായിട്ട് തരിക. ഒരു വിശേഷ ക്ഷേത്രമാണ് കേട്ടോ. അവിടെ നിന്നപ്പോൾ ആ ഗുഹയ്ക്കുള്ളിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരാളിങ്ങനെ മുഴുവനായിട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ എങ്ങനെയായിരിക്കും? ആ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ അമ്മയാണെങ്കിലും നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുന്നൊരു അനുഭൂതി. ആ ഇരുട്ടിൽ നമുക്ക് അങ്ങനെ ഒരു ഫീലാണ് വരാം. ഇങ്ങനെ ചേർത്താരോ നമ്മളെ പിടിച്ചിരിക്കുന്ന പോലെ. അത് ഭഗവതിയുടെ ഒരു, ഇവിടെയാണല്ലേ മണ്ണ് പ്രസാദം ലഭിക്കുന്നത്. അതെ. ഞാൻ മൂകാംബികയിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അലുവെന്ന് ഓഫീസിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങുമ്പോൾ തൊട്ടപ്പുറത്ത് ഫർണിച്ചറുടെ ഒരു മാനേജർ ചേട്ടനുണ്ട്. ചേട്ടൻ എവിടെ പോകും സാറേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മൂകാംബികയ്ക്ക് പോവാണ്, രാത്രി ട്രെയിനാണ്. അപ്പോൾ സാറേ അവിടെ മണ്ണുണ്ട് തരണേ. ഞാൻ മൂകാംബികയിലല്ലോ, ഇവിടെയാണ് ഈ മണ്ണ്. അല്ല, അത് വേറെ സ്ഥലമാണ്. അത് മാസ്തിക്കട്ടെ എന്നറിയപ്പെടുന്നത്. നമ്മുടെ മൂകാംബികയിലെ കവാടം ഇല്ലേ, നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു കവാടമുണ്ട്. ആ കവാടം കടന്നൊരു 50 മീറ്റേഴ്സ് അകത്തേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട്, നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വനക്ഷേത്രമുണ്ട്. മാസ്തിക്കട്ടെ എന്നാണ് അറിയപ്പെടുന്നത്.
അതും ഇതുപോലെയാണ് കേട്ടോ. ശരിക്കും ഭഗവതിയുടെ വന സ്വരൂപമാണ് അവിടെ നിൽക്കുന്നത്, വനദേവതാഭാവത്തിൽ. അപ്പം അവിടെ ഈ മണ്ണാണ് പ്രസാദം. അവിടെയും ഇതുപോലെയാണ്. നമുക്ക് ചെന്ന് നിൽക്കുമ്പോൾ ഒരു നല്ല ഊർജ്ജം. ചില ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഞാൻ മൂകാംബികയിലെ കാര്യം തന്നെ പറഞ്ഞാൽ 2007, 2008 ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോളേജിൻ്റെ അടുത്തുള്ള കണ്ണൂരുള്ള ഒരു ഷോപ്പ് നടത്തുന്നുണ്ട്, പലചരക്ക് കാണാം. അപ്പോൾ ഇവർ മൂകാംബിക പോകുന്നത് ഞാൻ വ്രതം എടുത്തു, ഞാനും ഇവരുടെ കൂടെ വ്രതം എടുത്ത് പോകാൻ വേണ്ടി പോകാൻ പറ്റിയിട്ടില്ല. ഒരുപാട് തവണ എടുത്തു. പക്ഷെ ഇപ്പോൾ ഞാൻ പോയപ്പോഴും ഇപ്പം പോകാൻ ഞാൻ നിർബന്ധിതനായതാണ്. വീണ്ടും എനിക്ക് സമയം ഉണ്ടായില്ല. വൈഫിന് അവിടെ ഡാൻസ് ചെയ്യണം, തിരുവാതിര ചെയ്യണം, എല്ലാവരും പോകുന്നു. അപ്പോൾ അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അങ്ങനെ പോയി. എൻ്റെ അമ്മയുണ്ടായിരുന്നു, വൈഫിൻ്റെ അച്ഛനും അമ്മയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോണ്ടല്ലോ, ഞാൻ അവിടെ വൈഫിന് എൻ്റെ മനസ്സിലുള്ള മൂകാംബിക ഇതല്ല മറ്റേ സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന പോലെ ഞാൻ പറയാം. നമ്മൾ സിനിമയിലൊക്കെ കണ്ട് വലിയ തിരക്ക്, വലിയ ആഡംബരങ്ങൾ, അങ്ങനെ ഒരു ക്ഷേത്രമാണ് ഞാനവിടെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാവിലെ അവിടെ തൊഴാൻ ചെന്നു, ടിക്കറ്റ് എടുത്തു. അങ്ങനെ വളരെ സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാലും മാക്സിമം പുറത്ത് നിന്ന് തൊഴുതിട്ട് ഭഗവാനെ രക്ഷിക്കണേ. അപ്പോൾ എൻ്റെ ഭഗവാൻ ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കൊട്ടാരക്കര ഗണപതിയാണ്. കൊട്ടാരക്കരയിലേക്ക് ഒന്നും വരാൻ പറ്റാത്തതുകൊണ്ട് എടപ്പള്ളി ഗണപതിയാണ്. ഇവിടെ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ 7:30 ശേഷം പുറത്ത് നിന്ന് തൊഴാൻ പറ്റും, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. കൊട്ടാരക്കര ചെന്നാലും ഭഗവാൻ നമ്മുടെ ആളാണല്ലോ, പുറത്തുനിന്ന് വിളിച്ചാൽ നമ്മുടെ കൂടെ പോരുന്നുള്ളത് കൊണ്ട് പുറത്തുനിന്ന് തൊഴുതിട്ട് വരും. അപ്പോൾ ഞാൻ പക്ഷേ അവിടെ ചെന്നു, ഈ ബിംബത്തിന് മുമ്പിലെത്തിയപ്പോൾ ഒരു തെള്ളു വന്നു. എനിക്ക് തൊഴാൻ പറ്റിയില്ല. ഞാൻ ഇപ്പുറത്തേക്ക് വന്നു. വീണ്ടും കറങ്ങി തിരിഞ്ഞ് പുറത്ത് വന്നപ്പോൾ ഫാദറല്ലോ വന്നിട്ട് എനിക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ വന്ന് വാച്ച, ഞാൻ വേറൊരു ടിക്കറ്റ് കൂടെ എടുത്തിട്ടുണ്ട്. ഈ ടിക്കറ്റ് വീണ്ടും കയറി കുറേ സമയം നിന്ന് തൊഴാൻ പറ്റി. പക്ഷെ അപ്പോഴൊന്നും എനിക്കൊരു വൈബ്രേഷൻ ഒന്നും ഉണ്ടായില്ല. സാധാരണ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രതീതിയായിരുന്നു. പക്ഷേ അന്ന് വൈകിട്ട് ഇവരെല്ലാവരും കൂടി പറഞ്ഞു നമുക്ക് വേറെ ഏതൊക്കെയോ ക്ഷേത്രങ്ങൾ ഇപ്പം പ്ലാൻ ചെയ്തു, ടാക്സിയൊക്കെ ബുക്ക് ചെയ്തു. ഞാൻ നിങ്ങൾ പൊക്കോ, ഞാനില്ല. അപ്പം ഭാര്യ പറയാം, ചേട്ടനില്ലേ ഞാൻ വരുന്നില്ല, നമുക്ക് അവർ പൊക്കോട്ടെ, അമ്മമാരും അച്ഛനോട് പോട്ടെ, നമുക്ക് ഇവിടെയൊക്കെ കറങ്ങാം. പക്ഷെ വൈകുന്നേരം ഞാൻ അവിടെ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്ത സമയത്ത് ചേച്ചി നേരത്തെ പറഞ്ഞ പോലെയാണ്, എന്താണ് പറഞ്ഞറിയിക്കാൻ പറ്റാതറിയാത്ത അനുഭൂതിയാണ് എനിക്ക് അവിടെ ഇരുന്നപ്പോൾ. ഞാൻ അവിടെ ഇരുന്ന് എന്താണോ ചിന്തിച്ചത്, ഞാൻ അവിടെ ഇരുന്ന് ഒരാളെ പറ്റി ആലോചിക്കുക, അയാളെ കാണണം, പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്നത്. ഞാനത് പറഞ്ഞ് നിലത്തിരിക്കുക, ഭാര്യയോടെ നിൽപ്പുണ്ട്, അവളവിടെ നിന്ന് എൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, എൻ്റെ ഇരിപ്പൊക്കെ കണ്ടിട്ട്. ഞാൻ ഒരു കുർത്തയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിച്ച ആളെൻ്റെ മുന്നിൽ അവിടെ. അത് ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട്, ഒരു സിനിമയുടെ കഥയുമായി ബന്ധപ്പെട്ട ഒരാളെ പറ്റി ചിന്തിച്ചാണ്. എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ആ പേര് പറയുന്നത്. അദ്ദേഹം എൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ മുന്നിൽ അമ്മ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് മൂകാംബികയാണ്. പറ്റുന്നത്ര ദിവസം ഭാര്യയ്ക്ക് ടീച്ചറായതുകൊണ്ട് അവധി ദിവസങ്ങൾ തുടങ്ങുമ്പോൾ. പക്ഷേ ഭാര്യയ്ക്ക് ഈ ക്ഷേത്രത്തിലും സ്കൂളിലും കരയോഗത്തിലും ഒക്കെ ഡാൻസ് പ്രോഗ്രാമുകൾ വന്നതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ല. എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിണക്കം പോകണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് ഈ കഥ പറയാൻ പറ്റുന്നത് അത് സിദ്ധിദാത്രിയാണ്. അവിടെ ഇരിക്കുന്ന ഭഗവതി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ശിവനുമാണ്, ബ്രഹ്മാവാണ്, മഹാവിഷ്ണുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷ്ണഭക്തരായിക്കോട്ടെ, ശിവഭക്തരായിക്കോട്ടെ, ആരവിടെ ചെന്നാലും അമ്മയിലൂടെ അതറിയാൻ പറ്റും. പക്ഷേ അമ്മയിലെല്ലാം ആ ഒരു ജ്യോതിർലിംഗം ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഭാഗത്തിരിക്കുന്നത്, വലിയ ഭാഗത്തിരിക്കുന്നത് അമ്മയും ചെറിയ ഭാഗത്തിരിക്കുന്നത് ഈ പ്രപഞ്ചവും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും സർവ്വതുമാണ്.